ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ നമുക്ക് കുറച്ച് കപ്പ വാട്ടാനുണ്ട്, അതുപോലെ നമുക്ക് കുറച്ച് ഉപ്പേരി കപ്പയൊക്കെ ആക്കാനായിട്ട്. അതായത് ഞായറാഴ്ച ദിവസമേ എല്ലാവരും ലീവൊക്കെ ആയിട്ടിരിക്കുന്ന ദിവസം എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കപ്പയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഞാൻ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടേ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിലേറ്റീവ് വീഡിയോ ആയിട്ട് കൊടുക്കാവേ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കപ്പ വാട്ട് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഞാനേ നമ്മുടെ ഉപ്പേരി കപ്പയ്ക്കുള്ളത് ഇവിടെ റെഡിയാക്കുവാണ്. ഇത് കണ്ടില്ലേ, അരിയുന്ന കണ്ടോ, ഇതുപോലെ ഒന്ന് ചതുരത്തിൽ ഒരേ കനത്തിലും ഒരേ നീളത്തിലും ഒക്കെ ആയിട്ട് അരിഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കനമൊക്കെ ഒരേപോലെ ഇല്ലെങ്കിലേ, അതായത് നമ്മൾ വറുത്തെടുക്കുമ്പം എണ്ണയിലൊക്കെ ഇട്ട് നമ്മൾ ഈ കപ്പ വറുത്തെടുക്കുന്ന സമയത്ത് ചിലത് കരിഞ്ഞും പോവും, ചിലതാണെങ്കിൽ മൂത്തും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കനം കുറച്ചാണെങ്കിൽ നല്ല എന്താ പറയുക, കൊമ്മള വന്ന് നല്ല പൊള്ളി കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് മഴക്കാലത്ത് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒക്കെ കൂട്ടത്തിൽ നല്ല കറുമുറ തിന്നാനും, അതുപോലെ ഈ ഒരു കപ്പ വറുത്തതിൻ്റെ കൂട്ടത്തിൽ ഒരു കഷ്ണം തേങ്ങാക്കൊത്തും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണേ. അപ്പോൾ അതാ നമ്മുടെ കപ്പ കണ്ടോ, ഞാൻ ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ വാട്ടിലൊക്കെ ആയിട്ട് ഞാൻ ഇത്തിരി വലിയൊരു അടുപ്പൊക്കെ മുറ്റത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് അതിലേക്ക് ഞാൻ ചെരുവത്തിൽ വെള്ളവും എടുത്തു വെച്ചു. അപ്പോൾ ആ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പേരി കപ്പയ്ക്കുള്ള കപ്പ അങ്ങ് ഇട്ട് കൊടുക്കാവേ. ഒന്ന് നമുക്ക് ഇളക്കിയും കൂടെ കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് അതിനൊരു ചെറിയൊരു മഞ്ഞ കളർ വരും കേട്ടോ. അപ്പോൾ ആ ഒരു മഞ്ഞ കളർ വരുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കണം. വെന്ത് പോവാതെ വാടി കിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനൊരു പായൊക്കെ ഇട്ടുകൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കപ്പയൊന്ന് കോരി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് വെയിലത്തിട്ട് നല്ലതുപോലെ ഒരു 3 അല്ലെങ്കിൽ 4 ദിവസത്തെ വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഉണങ്ങി വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണങ്ങി കഴിയുമ്പോൾ കുപ്പിയിലിട്ട് വെക്കുകയാണെങ്കിൽ മഴക്കാലത്തേക്കുള്ള ചായയുടെ കടി ഇപ്പോഴേ റെഡിയാക്കാം.